ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്രയ്ക്ക് നേതൃത്വം നൽകി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ യാത്രയിൽ നൂറുകണക്കിന് ആളുകൾ അണിചേർന്നു. ഉണരാം ലഹരിക്കെതിരെ എന്ന സന്ദേശമുയർത്തി ശിവഗിരിയിൽ സ്വാമി ശുഭാംഗാനന്ദയും സച്ചിദാനന്ദയും ദീപം തെളിയിച്ചു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലാണ് യാത്ര നടന്നത്. ഉണരാം ലഹരിക്കെതിരെ മുദ്രാവാക്യമുയർത്തിയാണ് ജന്മഭൂമി ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്രയ്ക്ക് തുടക്കമിട്ടത്. മദ്യം വിഷമാണെന്നും അതുണ്ടാക്കരുതെന്നും കൊടുക്കരുതെന്നും കുടിക്കരുതെന്നും ഒരു നൂറ്റാണ്ട് മുമ്പ് സമൂഹത്തെ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ജീവൽ സ്മരണ നിലനിൽക്കുന്ന വർക്കല ശിവഗിരിയിൽ ജന്മഭൂമി സുവർണ ജൂബിലി ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്രയ്ക്ക് കേന്ദ്രമന്ത്രി തുടക്കമിട്ടു. ജാഗ്രതാ യാത്രയ്ക്ക് ശിവഗിരിയിൽ സ്വാമി സച്ചിദാനന്ദ ശുഭാംഗാനന്ദ ദീപം തെളിയിച്ചു. ലഹരി സമൂഹത്തിനെതിരായ വലിയ വിപത്താണെന്നും സമൂഹത്തെ ജാഗരൂകരാക്കാൻ ശിവഗിരിയുടെ മണ്ണിൽ നിന്ന് യാത്ര ആരംഭിച്ചത് അഭിനന്ദനാർഹമാണെന്നും ഒരു യാത്രയിൽ അവസാനിക്കുന്നതല്ല ബോധവൽക്കരണമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഈ വിപത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള സമൂഹത്തെ ജാഗരൂകരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം നടത്തിയ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ചൈതന്യം നിലനിൽക്കുന്ന ശിവഗിരിയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കാനെടുത്ത തീരുമാനവും കേരളത്തിൽ ഉണ്ടാകേണ്ട ലഹരിക്കെതിരായിട്ടുള്ള ജാഗ്രതയുടെ, സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുടക്കം കേരളത്തിലെ നിരവധി അനാചാരങ്ങളും കേരളത്തിലെ നിരവധി തെറ്റായിട്ടുള്ള പ്രവണതകൾക്കും എതിരായിട്ട് ശബ്ദമുയർത്തിയ, ഭൗതിക ശരീരം നിലനിന്നിരുന്ന കാലത്ത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗുരുദേവന്റെ സമാധി സ്ഥാനത്ത് നിന്ന് തുടങ്ങുന്നു എന്നുള്ളത്, ഈ പരിശ്രമം കേവലം ഔപചാരികതയല്ല, ഈ പരിശ്രമം കേവലം ഒരു യാത്രയിൽ സമാപിക്കുന്നതല്ല, പകരം ഈ പരിശ്രമം കേരളീയ ജീവിതത്തിൽ മുഴുവൻ എല്ലാവരെയും സ്വാധീനിക്കുന്ന തരത്തിൽ എത്തിക്കേണ്ടതാണ് എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തിലെ വൻ വിപത്താണെന്നും ലഹരിക്കെതിരായി അണിചേരേണ്ട സമയം അതിക്രമിച്ചെന്നും ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്ര ചെയർപേഴ്സൺ മുൻ DGP ആർ ശ്രീലേഖ മുഖ്യ അതിഥിയായി പറഞ്ഞു. തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ മയക്കുമരുന്ന് വിറ്റുകിട്ടുന്ന പണം ഉപയോഗിക്കുന്നുവെന്നും ആർ ശ്രീലേഖ. അതുപോലെ കാശിന്റെ ഒരു വലിയ കളി ഇതിന്റെ പുറകിലുണ്ട്. ഒരു ഭയങ്കര വലിയ ഒരു പൈസയുടെ കളി മയക്കുമരുന്നിന്റെ വിപണനത്തിലും വ്യാപനത്തിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൈകോർത്തുകൊണ്ട്, പ്രത്യേകിച്ച് അമ്മമാര്, സ്ത്രീകൾ, വീട്ടമ്മമാർ, അവരെ നമ്മുടെ കുഞ്ഞുങ്ങളെയും സമൂഹത്തിനെയും രക്ഷിക്കാൻ വേണ്ടി ഒരു ശക്തിയായിട്ട് ഉണർന്നെണീറ്റ് പ്രവർത്തിച്ച്, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ ജനജാഗ്രതാ യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും യാത്രയുടെ ഭാഗമായി. ജനം, തിരുവനന്തപുരം.